ഹായ് ഹലോ ട്രൂവിനിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പ്രശാന്ത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് കുറച്ച് PYQs ആണ്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കേരളത്തിലെ നദികൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തെ ഒന്ന് ചോദ്യം നോക്കിയേ. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. അപ്പൊ നമുക്കൊരു 5 നദികൾ തന്നിട്ടുണ്ട്. ആ നദികളിൽ നിന്ന് ഏറ്റവും നീളം കൂടിയ നദികൾ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയത് ആദ്യം, പിന്നീട് തന്നിരിക്കുന്നതിൽ ഏറ്റവും നീളം കുറഞ്ഞത് പിന്നീട് ഏറ്റവും അവസാനം എന്നുള്ള രീതിയിലാണ് നമുക്ക് പട്ടികപ്പെടുത്തണം, ഓർഡർ ചെയ്ത് വെക്കേണ്ടത്. ഇവിടെ നമുക്ക് 5 നദികൾ തന്നിട്ടുണ്ട്. കല്ലടയാർ തന്നിട്ടുണ്ട്, ചാലിയാർ തന്നിട്ടുണ്ട്, പമ്പ തന്നിട്ടുണ്ട്, കടലുണ്ടിയും ഭാരതപ്പുഴയും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഏറ്റവും കൂടിയതിൽ നിന്ന് കുറഞ്ഞ രീതിയിലേക്ക്, നീളത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്ന് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ, തന്നിരിക്കുന്ന നദികളിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞവയിലേക്കാണ് നമുക്ക് പട്ടികപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് നദികളുടെ നീളങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഈ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, കേരളത്തിലെ 44 നദികളിൽ 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം 11 ആണ്. കേരളത്തിൽ 44 നദികളിൽ 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം 11 നദികളാണ്. ഇനി ഇതേ ചോദ്യം 200 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിലോ, 200 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം 2 ആണ്. ഓക്കെ, നമുക്കപ്പോ ഈ 11 നദികളെ, ആ 11 നദികളുടെയും ലെങ്ത് കൂടി നമുക്കൊന്ന് പഠിച്ചു വരാം. അതിൽ ആദ്യത്തേത് പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറഞ്ഞ് 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ ലെങ്ത്, 151 മൈൽസ് ആണ്. രണ്ടാമത്തെ നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. എന്നാൽ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമല കുന്നുകളിൽ നിന്നാണ്. അപ്പൊ തമിഴ്നാട്ട് പ്ലസ് കേരളത്തിലൂടെ ഒഴുകുന്ന ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പെരിയാറിനേക്കാളും ഒരു 10 കിലോമീറ്റർ കൂടുതലാണ്. 254 കിലോമീറ്റർ ആണ്. അത് ടോട്ടൽ ലെങ്ത് ആണ്. എന്നാൽ കേരളത്തിലൂടെ ഒഴുകുന്നത് 209 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സോ ഭാരതപ്പുഴ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. 209 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 129 മൈൽസ് ആണ്. അടുത്ത മൂന്നാം സ്ഥാനത്ത് പമ്പയാണ്. സോ പെരിയാറും ഭാരതപ്പുഴയാണ് 200 കിലോമീറ്റർ കൂടുതലുള്ള 2 നദികൾ എന്ന് പറയുന്നത്. പിന്നീട് പമ്പ വരുന്നുണ്ട്, 176 കിലോമീറ്റർ ആണ് ലെങ്ത്. ചാലിയാറിന് 169 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ചാലക്കുടി പുഴയ്ക്ക് 145.5 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പൊ ആദ്യത്തെ 5 പഠിച്ച് ഇനി നമുക്ക് 11 വരെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തത് കടലുണ്ടി പുഴയാണ്. 130 കിലോമീറ്റർ ആണ് കടലുണ്ടി പുഴയുടെ ലെങ്ത്. അച്ചൻകോവിലാർക്ക് 128 കിലോമീറ്റർ ഉണ്ട്. കല്ലട 121 കിലോമീറ്റർ ഉള്ള നദിയാണ്. മൂവാറ്റുപുഴയാർ എന്നൊക്കെ അറിയപ്പെടുന്നത് 121 കിലോമീറ്റർ തന്നെയാണ് മൂവാറ്റുപുഴയാറിന്റെയും ലെങ്ത് എന്ന് പറയുന്നത്. വളപ്പട്ടണം 110 കിലോമീറ്റർ. ചന്ദ്രഗിരി പുഴ 105 കിലോമീറ്റർ. സോ 44 നദികളിൽ 11 എണ്ണത്തിന് 100 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. 200 കിലോമീറ്റർ കൂടുതലുള്ളത് 2 എണ്ണം. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പൊ ചോദ്യം തന്നിരിക്കുന്ന നദികള് കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. അപ്പൊ എന്തായാലും പെരിയാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നീളത്തിൽ രണ്ടാമതായിട്ട് നിൽക്കുന്ന ഭാരതപ്പുഴ ആദ്യമേ വരുന്നു. ഓക്കെ, സോ ഭാരതപ്പുഴ വരുന്ന ഓപ്ഷനുകൾ എയും ഡിയും ആണ്. അപ്പൊ ബി അല്ല, സിയും അല്ല. ബാക്കിയുള്ളത് നമുക്ക് നോക്കിയാൽ മതി. പിന്നീട് വരുന്ന ഭാരതപ്പുഴ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പമ്പയാണ്. ഓക്കെ, സോ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഒന്ന് നോക്കിയേ. ഭാരതപ്പുഴ കഴിഞ്ഞാൽ പമ്പ, രണ്ടിടത്തും പമ്പ വരുന്നുണ്ട്. ഓക്കെ, പമ്പ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നദി എന്ന് പറയുന്നത് ചാലിയാറാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കിയാലോ. യെസ്, ഓപ്ഷൻ എയില് പമ്പ കഴിഞ്ഞാൽ കല്ലടയാറാണ് കൊടുത്തിരിക്കുന്നത്. സോ തെറ്റാണ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ആക്ച്വലി ആദ്യത്തെ 3 എണ്ണത്തിന് തന്നെ ലെങ്ത് അറിഞ്ഞ് അത് ആ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ
പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി ഓപ്ഷൻ ഡി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഈ തരത്തിലുള്ളത്. ഓക്കെ, സോ കൺവെൻഷൻ രീതിയിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ അത് മഗപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് തന്നെ അത് കാര്യമായിട്ട് തന്നെ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതാ നോക്കിയേ, ഇതും കേരളവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അപ്പൊ നോക്കിയേ, കേരളത്തിലെ 44 നദികളിലെ 41 എണ്ണം, ശ്രദ്ധിച്ചോണെ, 41 എണ്ണം വെസ്റ്റിലേക്ക് ഒഴുകുന്നു അല്ലെ. ഇനി 3 എണ്ണം എവിടേക്കാണ് ഒഴുകുന്നത്? ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. അപ്പൊ 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണം ഏതൊക്കെയാണ്? ഓക്കെ, ഒന്ന് കബനി, മറ്റൊന്ന് പാമ്പാർ, മറ്റൊന്ന് ഭവാനി. സോ അത് കൃത്യമായിട്ട് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയത് കബനി, രണ്ടാമത് ഭവാനി, മൂന്നാമത് പാമ്പാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കോണെ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ശരിയായ ജോഡി കബനി ആണ്, പാമ്പാർ ആണ്, പമ്പ അല്ല, പെരിയാർ അല്ല. ഓക്കെ, സോ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. സോ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ 3 നദികൾ, അതായത് കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ നദികൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ട നദികളാണ്. അടുത്ത നോക്കിക്കോണേ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ 4 എണ്ണം തന്നിട്ടുണ്ട്. പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. നോക്കാം ഇതിൽ ശരിയായിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ശ്രദ്ധിച്ചോണേ, കിഴക്കോട്ട് അതായത് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളാണോ ഈ തന്നിരിക്കുന്ന ഈ പറഞ്ഞ പമ്പ? പമ്പ എങ്ങോട്ടാ ഒഴുകുന്നത്? പമ്പ ഒഴുകുന്നത് കിഴക്കോട്ട് അല്ല. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, തെറ്റ്. പാമ്പാർ നദി ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. ഓക്കെ, പാമ്പാർ നദി ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ് എന്ന് പറയുന്നു. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, പാമ്പാർ ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. അതായത് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഈസ്റ്റ്, ദെൻ വെസ്റ്റ്. ഓക്കെ, കിഴക്കോട്ട് വെസ്റ്റ്, സോറി, പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, വെസ്റ്റ്, ഈസ്റ്റ്. നമുക്ക് നോക്കാം. പാമ്പാർ ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്, തെറ്റല്ലേ? അത് തെറ്റാണ്. ഓക്കെ, കുന്തിപ്പുഴ ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്, വെസ്റ്റിലേക്കാണ് കുന്തിപ്പുഴ ഒഴുകുന്നതെന്ന് പറയുന്നു, ശരിയാണ്. ഓക്കെ, പെരിയാർ കിഴക്കോട്ട് ഒഴുകുന്നു എന്ന് പറയുന്നു, തെറ്റാണ്. തെറ്റല്ലേ? കിഴക്കോട്ടല്ലല്ലോ. ഓക്കെ, പടിഞ്ഞാറോട്ടല്ല. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ വീണ്ടും ശ്രദ്ധിക്കുക, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നുകൂടി ഈ ചോദ്യം ഒന്ന് നോക്കാം നമുക്ക്. ഇതവിടെ ശ്രദ്ധിച്ചോണേ. പമ്പ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണോ? അതായത് കിഴക്കോട്ട് എന്ന് പറയുന്ന സമയത്ത് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദിയാണോ? അല്ല, തെറ്റ്. പാമ്പാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണോ? അല്ല, തെറ്റ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണോ? ആണ്, ശരി. പെരിയാർ കിഴക്കോട്ട്, വീണ്ടും തെറ്റ്. ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോണേ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വീണ്ടും കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കിയേ, കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഇപ്പൊ നമ്മൾ കണ്ടേ ഉള്ളൂ, അത് ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ജലവൈദ്യുത പദ്ധതി ഒന്ന് ഓർത്തു വെച്ചാണ്, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഓക്കെ, അതും ശരിയാണ്. ഇപ്പൊ നമ്മൾ കണ്ടേ ഉള്ളൂ. അപ്പൊ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കണ്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇതാ ശ്രദ്ധിച്ചോണേ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? 4 നദികൾ നമുക്ക് തന്നിട്ടുണ്ട്. ചാലക്കുടി പുഴ, മുതിരപ്പുഴ, കുറ്റ്യാടിപ്പുഴ, മണലിപ്പുഴ. സോ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് ചാലക്കുടി പുഴയാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് വരാം കേട്ടോ. നോക്കിയേ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു, തെറ്റല്ലേ? യെസ്, രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ
തന്നിരിക്കുന്ന പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം 1ഉം 3ഉം ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. സോ പെരിങ്ങൽകുത്ത്. അപ്പൊ ഓരോ നദിയിലെയും ഉള്ള പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ, പ്രധാനപ്പെട്ട ഇറിഗേഷൻ പ്രോജക്റ്റുകൾ എല്ലാം നമുക്ക് പഠിക്കണം. സോ പെരിങ്ങൽകുത്ത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. അത് ചാലക്കുടി നദിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു നദിയെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. സോ അത് ഇപ്പൊ നമ്മൾ കണ്ട ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് അല്ലെ? അതെ, കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള, അതായത് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലക്കുടി പുഴയാണ്. ഓക്കെ, അതും ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കാരണം ഈ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കാണാൻ കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫിഷ് സ്പീഷീസുകൾ, ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ മീനുകളുടെ വെറൈറ്റി ഓഫ് സ്പീഷീസ് ഈ ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയാണ്. സോ ഇതിന്റെ ഒറിജിനിലേക്ക് നമുക്ക് വരാം. ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ. മറ്റൊന്ന് ലെങ്ത് ആണ്. 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ്. സോ ആദ്യം പെരിയാർ, രണ്ടാമത് ഭാരതപ്പുഴ, മൂന്നാമത് പമ്പ, നാലാമത് ചാലിയാർ ആൻഡ് 5ാമത് ചാലക്കുടി പുഴ. മെയിൻ ട്രിബ്യൂട്ടറീസ് നോക്കാം. കുരിയാർകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രിബ്യൂട്ടറി ചാലക്കുടി പുഴയുടെ ഒരു പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ കാരപ്പാറ, ഷോളയാർ, പറമ്പിക്കുളം, ആനക്കയം, ഇതെല്ലാം പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്, പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി നോക്കിക്കോണേ, ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ. ഒന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയുടെ ഒരു ട്രിബ്യൂട്ടറി നമ്മൾ ആദ്യമേ പഠിച്ചു, കുരിയാർകുട്ടി പഠിച്ചു. കുരിയാർകുട്ടിയും ഇതേ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദികളാണ്. ഇനി ഈ നദി, ചാലക്കുടി നദി, ഒരു നദി പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്ന് അത് ഉത്ഭവിക്കുന്ന പ്രദേശം, നീളം പറ്റിയാൽ പഠിക്കുക. ആ നദി ഒഴുകുന്ന ജില്ലകൾ നോക്കുക. അപ്പൊ ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ കേരളത്തിലെ പാലക്കാട് ജില്ല, അതേപോലെ തന്നെ തൃശൂർ, എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറഞ്ഞിട്ടുള്ള നദി. അതും കൃത്യമായിട്ട് തന്നെ നോക്കുക. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്, ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഴച്ചാൽ വെള്ളച്ചാട്ടം, അതേപോലെ തന്നെ പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം. പെരിങ്ങൽകുത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് കൂടി അതായിരുന്നു ചോദ്യം. സോ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാലക്കുടി പുഴയുടെ ഒന്ന് പെരിങ്ങൽകുത്താണ്. ഇപ്പൊ നമ്മൾ കണ്ടു, തൃശൂർ ജില്ലയിലാണത്. മറ്റൊന്ന് ഷോളയാർ, വീണ്ടും തൃശൂർ ജില്ലയിലാണ്, ഓർത്തു വെക്കുക. തുമ്പൂർ മുഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാം ഉണ്ട്, അതും തൃശൂർ ജില്ലയിൽ തന്നെയാണ്, ചാലക്കുടി പുഴയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കേരളത്തിലെ ഒരേ ഒരു പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമായിട്ടുള്ള വൈൻതല സ്ഥിതി ചെയ്യുന്നതും ചാലക്കുടി പുഴയിൽ തന്നെയാണ്. വൈൻതല സ്ഥിതി ചെയ്യുന്ന ജില്ല അത് തൃശൂർ ജില്ലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റ് PYQs ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.